പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്നും കാണാതായ +2 വിദ്യാർത്ഥിനി മധ്യപ്രദേശിൽ അടുപ്പമുള്ളതായി കരുതുന്ന കൗമാരക്കാരനൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിച്ച് അച്ഛൻ്റെ സുഹൃത്തിന് സന്ദേശമെത്തി. മധ്യപ്രദേശിൽ നിന്നുള്ള പെൺകുട്ടിയുടെ കുടുംബം 14 വർഷമായി ഇവിടെ പത്തനംതിട്ടയിലെ വെണ്ണിക്കുളങ്ങരയിലാണ് താമസിക്കുന്നത്. 2 ദിനങ്ങൾ പിന്നിട്ട കടുത്ത ആശങ്കകൾക്ക് നേരിയായവ അതുമാത്രമാണ് അച്ഛനമ്മമാർക്ക്. സംശയിച്ചത് തന്നെ സംഭവിച്ചു എന്നുറപ്പിക്കുമ്പോൾ മനസ്സ് വല്ലാതെ നീറുന്നുണ്ട് ഇരുവർക്കും. മധ്യപ്രദേശ് ബ്രഹാൻപൂർ സാഗ്ബേട്ട ഗ്രാമത്തിലെത്തിയെന്നും കൗമാരക്കാരനോടൊപ്പം ഉണ്ടെന്നുമുള്ള സന്ദേശമാണ് ഇന്ന് രാവിലെ രക്ഷിതാക്കളെ തേടിയെത്തിയത്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് എത്തിയ വിളിയുടെ ശബ്ദരേഖ അയാൾ അയച്ചു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നു തിരക്കണ്ട, ഞങ്ങളെ അങ്ങനെ അവിടെ തന്നെ ഞാൻ വീട്ടിൽ വരത്തില്ല, അങ്ങനെ മോളും പറയും. യൂണിഫോം വാങ്ങുന്നതിന് സ്കൂളിലേക്ക് പോകുന്ന അയൽപ്പക്കക്കാരി പെൺകുട്ടിക്ക് കൂട്ടുപോകുന്നതായി പറഞ്ഞാണ് 17-കാരി വ്യാഴാഴ്ച രാവിലെ 10:30 വീട് വിട്ടിറങ്ങിയത്. തിരിച്ചെത്തേണ്ട സമയം പിന്നിട്ടിട്ടും കാണാതിരുന്നതോടെയാണ് പിന്നീട് അന്വേഷണം തുടങ്ങിയത്. +2 പരീക്ഷയുടെ ഫലം കാത്തിരിക്കവെയായിരുന്നു 17-കാരി ആരോടും പറയാതെ കടന്നത്. ചെറുബാഗിൽ വസ്ത്രങ്ങൾ ഒഴിച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തായിരുന്നു യാത്ര. ഞാൻ വീട്ടുകാരെ പറഞ്ഞു ഫോൺ 2 പ്രാവശ്യം വിളിച്ച് 6 ആയാലും എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി ഫോൺ എടുത്തു. പിന്നെ അമ്മോട് സംസാരിച്ച് അമ്മയെ ചേച്ചി 10:30 പോയി, ഇതുവരെ ഞാൻ കണ്ടില്ല അങ്കിള് ഒക്കെ പറഞ്ഞു. അതുപോലെ പിന്നെ ഞാൻ ജോലി സ്ഥലത്തിന് ഓടി വീട്ടിൽ വന്നു. അത്രേ ഉള്ളായിരുന്നു, നമുക്ക് പിന്നെ അറിയത്തില്ലായിരുന്നല്ലോ എന്തോ ആണ്. കേസെടുത്ത പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിനായി പോലീസ് സംഘം അടുത്ത ദിവസം മധ്യപ്രദേശിന് പോകും. അതേസമയം അന്വേഷണം ഗ്രാമത്തിലേക്ക് തിരികെ ചെല്ലുന്നതിനടക്കം തടസ്സമായി മാറുമോ എന്ന ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട്. പിന്നെ ഞാൻ വിജയവാഡായി കേക്ക് നിർത്തിച്ച് പരിശോധിച്ചു. അവിടെ 4 പോലീസുകാരെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഒത്തിരി പണി ചെയ്തതിന് ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഇവർക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഇവരെന്തോ മറിമായം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്, അത് നമുക്കറിയത്തില്ല. കാണാതാകുന്നതിന് തലേന്നാൾ അമ്മയുടെയും വീട്ടുടമയുടെ ഭാര്യയുടെയും ഫോണുകളിലേക്ക് ഒരേ നമ്പറിൽ നിന്നും വിളിയെത്തി. മിസ്ഡ് കോളുകൾ രണ്ടും മധ്യപ്രദേശിൽ നിന്നുള്ളതാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. ഇതാണ് 17-കാരി കൗമാരക്കാരനെ തേടി പോയതാകാമെന്ന സൂചന തുടക്കത്തിൽ തന്നെ നൽകിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.